ദോശ ആൻഡ് സാമ്പാർ. ദോശയ്ക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറാണ്. ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 കപ്പ് ആട്ടമാവ് എടുത്തിട്ട് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം ഒന്ന് മിക്സിയിൽ ഒഴിച്ചിട്ട് പൾസ് ബട്ടൺ വെച്ചിട്ട് 2 പ്രാവശ്യം ഒന്ന് കറക്കുക. അപ്പം ദോശമാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി മൂപ്പിച്ചിടാം. നന്നായിട്ട് ഇളക്കിയിട്ട് അടുപ്പത്തൊരു കടായി വെച്ചിട്ട് ദോശമാവ് കോരി ഒഴിക്കും. അപ്പം നല്ലോണം ഇങ്ങനെ പൊളച്ച് വരും കേട്ടോ. നേരം കൊണ്ട് നമുക്ക് സാമ്പാറിലേക്കുള്ള അരയ്ക്കാനുള്ള അരപ്പ് നോക്കാം. സാമ്പാർ പൊടിക്ക് ഒരു അരമുറി നാളികേരം, 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ ചെറുപയർ പരിപ്പ്, 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ അരി, ഉണക്കലരി, പിന്നെ 9 വറ്റമുളക്, 3 സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി ഇട്ട പൊടിയല്ല മല്ലി, ഒരു നുള്ള് ജീരകം, ഒരു കഷ്ണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പൊടി ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ പൊടി ഇട്ടാൽ മതി. കായം ഇത് സെപ്പറേറ്റ് വറക്കുക. നേരിയ ചൂടിൽ വറുത്ത് കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് പൊടിപ്പിച്ച് വെച്ചാൽ ഒരു 5-6 പ്രാവശ്യം സാമ്പാർ വയ്ക്കാനുള്ളതുണ്ടാവും. അങ്ങനെ കിട്ടിയ പൊടിയിൽ നിന്ന് 2 സ്പൂൺ പൊടി ഒരു 6-7 ആൾക്കുള്ള സാമ്പാറിലേക്ക് മതിയാവും. ഇനി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് അപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ പരിപ്പിടാം. സാമ്പാറിന് കൂടുതൽ ഏറ്റവും അധികം കഷ്ണം വേണ്ടത് മത്തങ്ങയാണ്. മത്തങ്ങ ഇട്ടിട്ട് നല്ലോണം വേവിക്കും. മത്തങ്ങയിൽ സാമ്പാറിൻ്റെ പരിപ്പിൽ കൂടെ ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടി ഒഴിച്ചിട്ട് ഒരു 4 വിസിലടിക്കണ വരെ അടിക്കുക. അപ്പം നന്നായി വെന്ത് കിട്ടും. മത്തങ്ങയുടെ മൂക്ക് അത് കുരു കളഞ്ഞിട്ടുള്ള ദശയും കൂടി നമുക്ക് സാമ്പാറിലേക്ക് ഇടാം കേട്ടോ. ഇതടിച്ച് എടുക്കുക. നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പൊടിയില്ലേ, നമുക്ക് പൊടിച്ച് വെച്ചേക്കണ പൊടി ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇടുക. അതിൽ 1 സ്പൂൺ പച്ചമല്ലി, വറക്കാത്ത പച്ചമല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. വറുത്ത പൊടി പൊടിച്ചിട്ട് കിട്ടുന്ന പൊടി മൊത്തം ഇതിലിടണ്ട. അതിൽ നിന്ന് 2 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇതിലേക്ക് പൊടി മിക്സിയിലേക്ക് ഇട്ടാൽ മതി. അതിൽ പൊടിച്ച് കിട്ടുന്ന പൊടിയിൽ നിന്ന് 2 സ്പൂൺ മിക്സിയിലേക്ക് ഇട്ടിട്ട് അതിൽ ഒരു പുളി, ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇടുക. പുളി എടുക്കുമ്പോൾ കറുത്ത പുളി എടുക്കരുത്, അപ്പോൾ കളറ് മാറും. ചുമന്ന പുളി, അതായത് വാളംപുളി തന്നെ ചുമന്നിരിക്കുന്നത്, പഴകുമ്പോഴാണ് കറക്കണത്. അത് ഇഞ്ചമ്പുളിക്കൊക്കെ കൊള്ളുള്ളൂ. അതടിച്ചു വയ്ക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ബാക്കി പച്ചക്കറി എന്ന് പറഞ്ഞാൽ വെണ്ടക്കായും മുരിങ്ങക്കായും മാത്രമേ ഉള്ളൂ. മുരിങ്ങക്കായ ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനത് വറക്കണില്ല, ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ വറക്കണ വേണ്ടത്. അപ്പോൾ കടായി വെച്ച് വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളക് ഇടുക, പിന്നെ സബോള ഇടുക, എന്നിട്ട് മുരിങ്ങക്കായും വെണ്ടക്കായും ഇടാം. ഞങ്ങൾ വറക്കാനുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ വേറെ പാത്രത്തിൽ വെക്കണ്ട. അതത് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് അടിച്ചു വെച്ച സാമ്പാർ പൊടി മസാല ഒഴിക്കുക. അപ്പം അതിലേക്ക് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് വേണം ഇടണമെങ്കിൽ കേട്ടോ. അപ്പോൾ 4 വിസിൽ കഴിഞ്ഞ് സാമ്പാറിൻ്റെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ മത്തങ്ങയൊക്കെ നല്ലോണം ഉടച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടിരിക്കുക കേട്ടോ ഈ സാമ്പാർ. അപ്പം നമ്മൾ തിളയ്ക്കാണ്ടാണ് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഈ സാമ്പാർ തിളച്ച് അടുപ്പത്തിരുന്ന് പെട്ടെന്ന് തിളച്ച് എന്നുണ്ടെങ്കിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുക. അത് എപ്പോഴും തിളപ്പിച്ചിട്ട് വെള്ളം ഒഴിക്കുക. അപ്പോൾ
തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ശരിയായിട്ടുണ്ട്. ഇനി അതിൽ കായത്തിൻ്റെ മണം പോരാന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി അടപ്പത്ത് നമ്മൾ പച്ചക്കറി വഴറ്റിയ ആ പാത്രത്തിൽ വെളിച്ചെണ്ണ ഉണ്ട്. അതിൽ തന്നെയാണ് കടുക് കാച്ചണത്. കടുക്, ഉലുവ, ഉണക്കമുളക്, വേപ്പില ഇത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉലുവയും അപ്പം തന്നെ എന്നിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കണം കേട്ടോ. മുരിയാനൊന്നും നിൽക്കരുത്. അപ്പം തന്നെ നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ച് താളിക്കുക. എല്ലാവരും ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് എന്നോട് വിളിച്ചല്ല മെസ്സേജ് ഇടണം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എല്ലാ വീഡിയോസും കാണണം കേട്ടോ. ഞാൻ പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.